ഈ വാർഡിൽ ഇതുപോലൊരു പ്രൊജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹത്തോടെ സാറിൻ്റെ ആശീർവാദത്തോടെ ആയിരിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് നമ്മളിങ്ങനെ സാറിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നത്. ഈ ഇപ്പോഴത്തെ യങ് ജനറേഷൻ പുറത്തേക്ക് പോകുന്ന ഈ അവസരത്തിൽ പേരൻസ് ഓൾഡ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ, കാര്യം ഈ നമ്മുടെ സെർവൻസിനെ മാനേജ് ചെയ്യുന്നതും ഹോം കെയർ മാനേജ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരത്തിൽ എങ്ങനെ നമുക്ക് ഒരു ഹോം അവേ ഹോം ഉണ്ടാക്കാം, അതൊരു അസിസ്റ്റഡ് ലിവിങ് എന്നുള്ള കൺസെപ്റ്റിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ എങ്ങനെ ആ ഒരു ഹോം അവേ ഹോം ലുക്സ് ലൈക്ക് എ ഹോം ബട്ട് ഇൻസൈഡ് ഇറ്റ്സ് എൻ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ അകത്തോട്ട് നോക്കുമ്പോൾ ഇതൊരു ഫുൾ ഫ്ലെജ് ഒരു ഹൈ എൻഡ് ഒരു അപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ സീനിയറിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കൂടെ ഡിസൈൻ ചെയ്താണ് നമ്മളത് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ആരും ആരംഭിക്കാത്ത ഏറ്റവും നല്ല ഒരാശയം മുൻനിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും പ്രതീക്ഷ ഇത് എടുക്കുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ ഉള്ളടക്കം അദ്ദേഹം വിസ്മരിക്കാതെ നിൽക്കുന്നു. എല്ലാ അർത്ഥത്തിലും നാളുകളിൽ ഈ നാടിൻ്റെ ജീവിത സായാഹ്നത്തെ ഏറ്റവും ഭാസുരമാക്കി തീർക്കാൻ കഴിയുന്ന, സംസ്കാരത്തിൻ്റെ ഉന്നത രൂപങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, സാമൂഹ്യ ധാരണയോടെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഹാർമണി ഗാർഡൻസിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. നമ്മൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഈ അസിസ്റ്റഡ് ലിവിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോം, അനാഥ മന്ദിരം. അതല്ല കേരളത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വി കോൾ ഗോഡ്സ് ഓൺ കൺട്രി. ആ ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഓൾഡ് നൊസ്റ്റാൾജി റീക്രിയേറ്റ് ചെയ്യാം, അതാണ് ഹാർമണി ഗാർഡൻസ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.